ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വൽ ആലി കുല്ലിൻ വസ്സഹാബ അജ്മഈൻ അമ്മാ ബഅദ്. ഫിഖ്ഹിന്റെ നിർവചനം, ഫിഖ്ഹിന്റെ മൗദൂഅ്, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഫിഖ്ഹിന് വ്യത്യസ്ത ഇത്ലാഖുകൾ, പ്രയോഗങ്ങൾ ഉണ്ട്, നിർവചനങ്ങൾ ഉണ്ട്. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരു ഇത്ലാഖ്, ഒരു ഇസ്തിലാഹ് അനുസരിച്ച് കർമ്മപരമായ വിധികളെക്കുറിച്ച് അദില്ലത്ത് തഫ്സീലിയിൽ നിന്ന് ഇജ്തിഹാദിലൂടെ മുജ്തഹിദുകൾക്ക് ലഭിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത് എന്നത് നാം മനസ്സിലാക്കുകയുണ്ടായി. അതേസമയം മുജ്തഹിദുകളായ ഇമാമുകൾ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ഹുക്കുമുകൾ, ഇജ്തിഹാദിലൂടെ ലഭ്യമായ ഹുക്കുമുകളെക്കുറിച്ചുള്ള മുഖല്ലിദിന്റെ ഇൽമും ഫിഖ്ഹ് തന്നെയാണ് എന്ന രൂപത്തിൽ ഫിഖ്ഹിനെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതും നാം വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഫിഖ്ഹി മസ്അലകൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശദീകരിക്കാൻ മുഖല്ലിദുകൾക്ക് പറ്റുമോ? മുജ്തഹിദുകളല്ലാത്ത മുഖല്ലിദുകൾ ആയത്ത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹി മസ്അല സമർത്ഥിക്കുന്നത് ശരിയാണോ എന്ന ഒരു ചോദ്യത്തിന് നാം മറുപടി കാണുകയാണ്. മുജ്തഹിദുകളായ ഇമാമുകൾ മാത്രമേ ഫിഖ്ഹി മസ്അലകൾക്ക് ആയത്ത് ഹദീസുകൾ തെളിവായി പറയാവൂ. ആയത്ത് ഹദീസുകളെ കൊണ്ടുള്ള ഇസ്തിദ്ലാൽ, സമർത്ഥനം, ഇസ്ബാത്ത്, അതൊക്കെ മുജ്തഹിദുകൾക്ക് മാത്രമേ പറ്റൂ, മുഖല്ലിദുകൾക്ക് അത് പറ്റില്ലല്ലോ എന്ന് നമ്മുടെ മുതഅല്ലിങ്ങൾ സംശയം ചോദിക്കാറുണ്ട്. ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വിഷയത്തിൽ ചിലപ്പോൾ ഇഫ്രാത്തും തഫ്രീത്തും ഉണ്ടാവാറുണ്ട്. മുജ്തഹിദുകളല്ലാത്തവരാരും ഫിഖ്ഹി മസ്അലകൾക്ക് ആയത്ത് ഹദീസുകൾ കൊണ്ട് തെളിവ് പറയാൻ പാടില്ല, മുജ്തഹിദുകൾ മാത്രമേ ആയത്ത് ഹദീസുകളെ കൊണ്ട് തെളിവ് പറയാവൂ എന്ന് നിരുപാധികമായി പറയുന്നത് ശരിയല്ല. അത് ഇഫ്രാത്താണ്. അതേസമയം മുഖല്ലിദുകൾ ഫിഖ്ഹിന്റെ നഖലുകൾ കൃത്യമായി പഠിക്കാതെ അയിമ്മത്ത് മുജ്തഹിദുകളിൽ നിന്നുള്ള നഖലിലൂടെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ആയത്ത് ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഫിഖ്ഹിന്റെ മസ്അലകൾ പറയുന്ന രീതി ചിലർ സ്വീകരിക്കാറുണ്ട്. അതും തെറ്റാണ്. നമുക്ക് പറയാനുള്ളത്, മുജ്തഹിദുകളായ ഇമാമുകൾ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ വിധിവിലക്കുകൾക്കാണല്ലോ സാങ്കേതികമായ ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഈ വിധികൾ, ഫിഖ്ഹ്, കർമ്മശാസ്ത്ര വിധികൾ മുജ്തഹിദുകളിൽ നിന്നുള്ള റിപ്പോർട്ടിലൂടെ, മുജ്തഹിദുകളിൽ നിന്നുള്ള നഖലിലൂടെ, ഉദ്ധരണികളിലൂടെ തന്നെയാണ് മുഖല്ലിദുകൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. മുഖല്ലിദുകൾ ഇജ്തിഹാദിന് യോഗ്യതയുള്ളവർ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫിഖ്ഹി വിധികൾ അവർ നേരിട്ട് ഖുർആൻ സുന്നത്തിൽ നിന്ന് പിടിച്ചെടുക്കുക, മനസ്സിലാക്കിയെടുക്കുക എന്ന രീതി സാധ്യമല്ല. മുജ്തഹിദുകളല്ലാത്തവർ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വിധിവിലക്കുകൾ കണ്ടെത്താൻ യോഗ്യരല്ലാത്ത ആളുകൾ അത്തരം വിധിവിലക്കുകൾ, കർമ്മപരമായ വിധികൾ മുജ്തഹിദുകളിൽ നിന്ന് നേടിയെടുക്കണം, മുജ്തഹിദുകൾ മുഖേന മനസ്സിലാക്കണം എന്ന് നാം നേരത്തെ ആവർത്തിച്ച് വിശദീകരിച്ചതാണ്. അപ്പോ മർമ്മമുള്ളത്
വൽ ഫിഖ്ഹു നഖ്ലുൻ. സംബന്ധമായി കൂടുതൽ വിശദീകരണം പിന്നീട് പറയാം. വൽ ഫിഖ്ഹു നഖ്ലുൻ, ഫിഖ്ഹ് നഖ്ലാണ്. ഫിഖ്ഹ് നഖ്ല് ആണ്, കേവലം അഖ്ല് അല്ല. ഫിഖ്ഹ് നഖ്ലാണ് എന്നതിന്റെ മർമ്മം അയിമ്മത്ത് മുജ്തഹിദുകൾ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ അഹ്കാമുകൾ, അതിനെക്കുറിച്ചാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. മുജ്തഹിദുകൾ അല്ലാത്തവർക്ക് ആ ഫിഖ്ഹ്, ആ വിധികൾ മുജ്തഹിദുകൾ മുഖേന തന്നെ ലഭ്യമാകണം. അപ്പൊ നാം ഇപ്പോൾ മുഖല്ലിദുകളായ നമുക്ക് ഉദാഹരണത്തിന് ഷാഫിഈ മദ്ഹബ് ലഭിക്കേണ്ടത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങോട്ടുള്ള റിവായത്തുകളിലൂടെ, റിപ്പോർട്ടുകളിലൂടെ, ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലൂടെയാണ്. അപ്പൊ ഫിഖ്ഹ് നഖ്ലിലൂടെ തന്നെ ലഭിക്കണം. അങ്ങനെ ഒരു മുജ്തഹിദിൽ നിന്ന് നഖ്ലിലൂടെ ലഭ്യമായ ഫിഖ്ഹിനിക്ക് നാം അതിനോട് അനുയോജ്യമായി നാം മനസ്സിലാക്കുന്ന ആയത്ത് ഹദീസുകൾ അതിന്റെ രേഖയായി നാം പറയുന്നതിന് വിരോധമില്ല. എന്ന് വെച്ചാൽ ഫിഖ്ഹ്, ഹുക്മ്, ആ വിധി മുജ്തഹിദുകളിൽ നിന്നുള്ള റിപ്പോർട്ടിലൂടെ, മുജ്തഹിദുകളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ തന്നെ ലഭിക്കണം. അങ്ങനെ ഒരു മുജ്തഹിദിൽ നിന്ന് ഉദ്ധരണിയിലൂടെ, നഖലിലൂടെ, റിപ്പോർട്ടിലൂടെ മുഖല്ലിദിന് ലഭിച്ച ഒരു ഹുക്മ്, ആ ഹുക്മിന് അനുയോജ്യമാകുന്ന വിശുദ്ധ ഖുർആൻ വചനങ്ങളും ഹദീസ് വചനങ്ങളും ആ ഹുക്മിനെ രേഖയായി പറയുന്നതിന് വിരോധം ഇല്ല. ചുരുക്കത്തിൽ നാം ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ്. മുഖല്ലിദുകൾ, മുജ്തഹിദുകളല്ലാത്തവർ ഫിഖ്ഹി മസ്അലകൾക്ക് ഖുർആൻ വചനവും ഹദീസ് വചനവും ഉദ്ധരിച്ച് രേഖ പറയാൻ പറ്റുമോ? ഇവിടെ അതിന്റെ മറുപടിയുടെ മർമ്മം ഹുക്മ്, വിധി, ആ ഫിഖ്ഹി മസ്അല അത് മുജ്തഹിദുകളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ ലഭിക്കുക തന്നെ വേണം. അങ്ങനെ മുജ്തഹിദിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും ലഭിച്ച ഒരു ഫിഖ്ഹി മസ്അലക്ക്, ഒരു വിധിക്ക് അതിനോട് അനുയോജ്യമായി നാം മനസ്സിലാക്കുന്ന ഒരു ഖുർആൻ വചനം, ഒരു ഹദീസ് വചനം അതിന്റെ രേഖയായി, പ്രമാണമായി നാം ഉദ്ധരിക്കുന്നതിന് വിരോധം ഇല്ല. അതേസമയം ഹുക്മ് ആ മുജ്തഹിദിൽ നിന്ന് ലഭിക്കാതെ മദ്ഹബുകൾ പഠിച്ചുകൊണ്ട് ഉദ്ധരണികളിലൂടെ ഹുക്മ് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാൾ മുന്നിലൊരു ഖുർആൻ വചനം വന്നപ്പോ അല്ലെങ്കിൽ ഒരു ഹദീസ് കണ്ടപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയാണല്ലോ ലഭിക്കുന്നത്, ആ ഹദീസിൽ അങ്ങനെയാണല്ലോ, അപ്പൊ അതിന്റെ മസ്അല ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന നിലക്ക് വിധികൾ തന്നെ, മസ്അലകൾ തന്നെ ആയത്ത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് മുഖല്ലിദുകൾ പറയാൻ പാടില്ല. കാരണം അവൻ മുഖല്ലിദാണ്, ഖുർആൻ സുന്നത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള യോഗ്യത അവന് ഇല്ല. ഇപ്പൊ രണ്ടോ രൂപമാണുള്ളത്. മദ്ഹബുകൾ അതാത് മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്ന് അഥവാ മുജ്തഹിദുകളായ ഇമാമുകളിൽ നിന്നുള്ള മദ്ഹബുകൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൂടെ, റിവായത്തുകളിലൂടെ, നഖ്ലിലൂടെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ ഫിഖ്ഹ് വിധികൾ സ്വീകരിക്കേണ്ടത് മുജ്തഹിദുകളിൽ നിന്നാണ്. അതൊക്കെ നാം നേരത്തെ അതിന്റെ ആമുഖം വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കിയിട്ടില്ലാത്ത വിധിവിലക്കുകൾ അത് കണ്ടെത്താൻ യോഗ്യതയുള്ളവരും ഇല്ലാത്തവരും ഉണ്ടെന്നും, യോഗ്യരായ ആളുകൾ ഖുർആൻ സുന്നത്തിന്റെ സൂചനകളിൽ നിന്ന് അത്തരം വിധികൾ കണ്ടെത്തണമെന്നും, യോഗ്യതയില്ലാത്ത ആളുകൾ, യോഗ്യരായ ആളുകൾ കണ്ടെത്തിയ വിധിവിലക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും, തത്വത്തിൽ ഇപ്പോൾ എല്ലാവരും വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരാണെന്നും വിശദമായി തന്നെ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ള വിഷയം ഇത്തരം വിധിവിലക്കുകളിൽ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ അതിന്റെ വിധികൾ കണ്ടെത്തൽ യോഗ്യരായ മുജ്തഹിദുകൾ കണ്ടെത്തുന്നു. അവരിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ആ വിധികൾ മനസ്സിലാവേണ്ടത്, അവരിൽ നിന്നാണ് മറ്റുള്ളവർ ആ വിധികൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു മുജ്തഹിദിൽ നിന്ന് ലഭ്യമായ, മുജ്തഹിദിന്റെ ഇജ്തിഹാദിലൂടെ ലഭ്യമായതും മുജ്തഹിദിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലൂടെ പകർന്നു കിട്ടിയതുമായ ഒരു വിധി, അത്തരം വിധികൾക്ക് അനുയോജ്യമായി നാം മനസ്സിലാക്കുന്ന ഖുർആനും ഹദീസ് വചനങ്ങളും അതിന്റെ രേഖയായി പറയുന്നതിന് വിരോധം ഇല്ല. അതേസമയം ആ വിധിവിലക്കുകൾ മുജ്തഹിദുകളിൽ നിന്നുള്ള നഖലിലൂടെയും ഉദ്ധരണിയിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും മനസ്സിലാക്കാതെ ഖുർആൻ ഹദീസ് വചനങ്ങളുടെ ബാഹ്യാശയം മനസ്സിലാക്കിക്കൊണ്ട്
ആ ആയത്തിൽ നിന്ന് ഇങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത്, ആ ഹദീസിൽ നിന്ന് ഇങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത് എന്ന നിലക്ക് കേവലം ആയത്തെ ഹദീസുകളിൽ നിന്ന് സ്വന്തമായി നാം വിധികൾ കണ്ടെത്തിക്കൊണ്ട് പറയാൻ പറ്റുകയും ഇല്ല. അപ്പൊ ഫിഖ്ഹ് നഖലാണ്. ഹുക്മ് മുജ്തഹിദുകളിൽ നിന്ന് തന്നെ ലഭിക്കണം. മുജ്തഹിദുകൾ മുഖേന ലഭിച്ച ഹുക്മുകൾക്ക് അനുയോജ്യമായി മനസ്സിലാകുന്ന ആയത്തെ ഹദീസുകൾ രേഖയായി നാം പറയുന്നതിന് വിരോധം ഇല്ല. അതേസമയം വിധികൾ, ഹുക്കുമുകൾ മുജ്തഹിദുകളിൽ നിന്ന് മദ്ഹബിന്റെ മാർഗങ്ങളിലൂടെ മനസ്സിലാക്കാതെ ആയത്തെ ഹദീസുകൾ മാത്രം പരിശോധിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖല്ലിദിന് തോന്നുന്ന, മുഖല്ലിദിന് മനസ്സിലാകുന്ന വിധികൾ പറഞ്ഞുകൂടാ. കാരണം സത്യത്തിൽ രണ്ടാമത് രൂപം ചെയ്യുന്നത് ആയത്തെ ഹദീസിൽ നിന്ന് അവൻ സ്വന്തമായ ഒരു ഹുക്മിനെ മെനഞ്ഞുണ്ടാക്കുകയാണ്. അവന്റെ തോന്നലനുസരിച്ച് ആയത്തെ ഹദീസിൽ നിന്ന് അവന് മനസ്സിലായതങ്ങ് പറയുകയാണ്. ഇജ്തിഹാദിന് യോഗ്യത ഇല്ലാത്ത ആളുകൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് അബദ്ധമാണ്. അതേസമയം യോഗ്യരായ ആളുകൾ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ഹുക്കുമുകൾ അവരിൽ നിന്ന് പകർന്ന് കിട്ടിയ ഹുക്കുമിനിക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലായ ആയത്തും ഹദീസും പറയുകയാണ് ആദ്യ രൂപത്തിൽ ചെയ്തത്, അതിന് വിരോധമില്ലതാനും. ഇക്കാര്യം ജംഉൽ ജവാമിയിൽ ഫിഖ്ഹിന്റെ നിർവചനം പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇടയിൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. സത്യത്തിൽ ദലീലുകൾ, ഒരു ദലീല് തഫ്സീലിയാവുക എന്നുള്ളത് മുജ്തഹിദിന്റെ പ്രത്യേകതയാണ്. ഫിഖ്ഹിന്റെ നിർവചനത്തിലുണ്ടല്ലോ, അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ അൽ അമലിയ്യ അൽ മുക്തസബു മിൻ അദില്ലത്തിഹ തഫ്സീലിയ്യ, അൽ മുക്തസബു മിൻ അദില്ലത്തിഹ തഫ്സീലിയ്യ. തഫ്സീലിയായ വിശദമായ പ്രമാണങ്ങളിൽ നിന്ന്, വിശദമായ ലക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന വിധികൾ, ഇതാണ് ഫിഖ്ഹ്. സത്യത്തിൽ ഒരു ദലീല് തഫ്സീലിയാവുക എന്നത് മുജ്തഹിദിന്റെ പ്രത്യേകതയാണ്. ഫിഖ്ഹിയായ വിഷയങ്ങളിൽ, കർമ്മപരമായ കാര്യങ്ങളിൽ ഒരു ദലീല്, ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ്, അത് വിശദമായ ദലീല് തഫ്സീലി എന്ന നമ്മുടെ ഭാഷയിൽ, ആ ദലീലിന്റെ മാലഹും മാലഹിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മനസ്സിലായി, അതിന്റെ തഖ്സീസ്, അതിന്റെ തഅമീം, അതിന്റെ നസ്ഖ് തുടങ്ങിയ ഒരു ദലീലുമായി ബന്ധപ്പെട്ട അനുബന്ധമായ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ദലീലിൽ നിന്നൊരു വിധിയെക്കുറിച്ച്, നിശ്ചിത വിധിയെക്കുറിച്ചുള്ളത് എന്ന് ലഭിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ആ ദലീല് തഫ്സീലിയായ ദലീലാകുന്നത്. ഇങ്ങനെ കർമ്മപരമായ വിഷയങ്ങളിൽ ദലീലുകൾ തഫ്സീലിയാവുക, അൽ അദില്ലത്തു തഫ്സീലിയ എന്നത് മുജ്തഹിദുകളുടെ പ്രത്യേകതയാണ്. മുജ്തഹിദുകൾക്ക് മാത്രമാണ് ദലീലുകൾ തഫ്സീലിയായ ദലീലായി വരുന്നത്. മറ്റുള്ളവർക്ക് ദലീല് തഫ്സീലി അല്ല. മുഖല്ലിദുകളുടെ ഹക്കിൽ അത്തരം ദലീലുകൾ ഇജ്മാലിയായ ദലീലാണെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന്, ഇപ്പൊ വുളൂഇൽ നിയ്യത്ത് നിർബന്ധമാണ് എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന് രേഖയായി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസുകൾ നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള വിശുദ്ധ ഹദീസ് വചനം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ദലീൽ തഫ്സീലിയാണ്. എന്നാൽ ആ ദലീലിനെ കുറിച്ച് വിശദമായി പഠനം നടത്തിയിട്ടുണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ ഏതെല്ലാം അമലുകൾ ഉൾപ്പെടും, ഏതെല്ലാം ഉൾപ്പെടില്ല, ആ ഹദീസിന്റെ മുഖസ്സിസുകൾ എന്തൊക്കെയാണ്, ആ ഹദീസിൽ എത്രത്തോളം ഉമൂമ് നിലനിൽക്കുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങി അതുമായി വിശദമായ വിവരങ്ങൾ ഒരു മുജ്തഹിദ് എന്ന നിലക്ക് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നത് ദലീൽ തഫ്സീലി ആണ്. എന്നാൽ മുഖല്ലിദുകളായ നാം വുളൂഇൽ നിയ്യത്ത് ഫർളാണ്, നിർബന്ധമാണ് എന്ന് നാം പറയുന്നത് ഈ ഹദീസിൽ നിന്ന് സ്വതന്ത്രമായി നാം മനസ്സിലാക്കിയെടുത്തുകൊണ്ട് പറയുകയല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആയത്തെ ഹദീസുകളിൽ നിന്ന് വിധികൾ കണ്ടെത്താൻ യോഗ്യതയില്ലാത്ത മുഖല്ലിദുകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഒരു മുഖല്ലിദായ വ്യക്തി വുളൂഇൽ നിയ്യത്ത് നിർബന്ധമാണെന്ന് പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിൽ നിന്ന് അവൻ ഇജ്തിഹാദ് ചെയ്ത് പറയുകയല്ല. അവനങ്ങനെ ഇജ്തിഹാദ് ചെയ്യാനുള്ള യോഗ്യതയില്ല, അവന് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റില്ല. മറിച്ച്
വുദൂഇൽ നിയ്യത്ത് ഫർളാണ്, നിർബന്ധമാണ് എന്ന് ഞാൻ പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയ വിധി അവരിൽ നിന്ന് നമുക്ക് ലഭ്യമായി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. എന്നാൽ വുദൂഇൽ നിയ്യത്ത് ഫർളാണ്, നിർബന്ധമാണ് എന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ഈ വിധിയുമായി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന വിശുദ്ധ ഹദീസിനൊരു യോജിപ്പ്, ഒരു ചേർച്ച, മുനാസബത്തുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ആ നിലയ്ക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിന്ന് ലഭ്യമായ ഷാഫി മദ്ഹബിന്റെ ഭാഗമായ വുദൂഇൽ നിയ്യത്ത് നിർബന്ധമാണ് എന്ന മസ്അലയെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വെച്ചുകൊണ്ട് നാം വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിന് വിരോധം ഇല്ല. കാരണം ഇവിടെ നാം ഹദീസിൽ നിന്ന് ഹുക്മ് പിടിച്ചെടുക്കുകയല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലഭ്യമായ ഹുക്മിന് അതിനോട് മുനാസിബായ ചേർച്ചയുള്ള ആയത്തും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് നാം വിശദീകരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം, എന്നാൽ ഒരു മുഖല്ലിദിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നത് ദലീൽ തഫ്സീലി അല്ല, അത് ദലീൽ ഇജ്മാലി ആണ്. ദലീലുകൾ തഫ്സീലിയാവുക എന്നത് മുജ്തഹിദുകളുടെ മാത്രം പ്രത്യേകതയാണ്. കർമ്മപരമായ വിഷയങ്ങളിൽ ഒരു വിധിയുടെ, ഒരു മസ്അലയുടെ ദലീൽ തഫ്സീലിയായി ലഭിക്കുന്നത് മുജ്തഹിദുകൾക്കാണ്. ആ ദലീലുമായി ബന്ധപ്പെട്ട എല്ലാ അതുമായി മാലഹു മാ അലൈഹി എന്ന് നമ്മുടെ മുതല്ലികളുടെ ഭാഷയിൽ നാം പറയാറുണ്ട്. അതെല്ലാം വിശദമായി അറിയുകയും അതിന്റെ ദലീലിലേക്ക് വരുന്ന മറ്റു മുനാക്കഷകളോട് ഒഴിവാക്കാനുള്ള മാർഗവും, അങ്ങനെ ഈ ദലീലിൽ നിന്ന് ആ വെന്ന് സുരക്ഷിതമായി വെന്നായി ലഭിക്കുന്ന രൂപവും എല്ലാം വിശദമായി അറിയുന്നത് മുജ്തഹിദുകൾക്കാണ്. അതുകൊണ്ട് ദലീലുകൾ തഫ്സീലിയായ ദലീലുകളാവുക എന്നുള്ളത് മുജ്തഹിദിന്റെ പ്രത്യേകതയാണ്. എന്നാൽ നമുക്ക് ദലീലുകൾ ഇജ്മാലിയായ ദലീലാകും. ഉദാഹരണത്തിനാണ് ഇപ്പോൾ വുദൂഇൽ നിയ്യത്ത് നിർബന്ധമാണ് എന്നത് ഷാഫി മദ്ഹബിലൊരു വിധിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസുകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും ഇജ്തിഹാദിലൂടെ ലഭ്യമായ ഹുക്മാണത്. അതിന്റെ രേഖകൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അടക്കമുള്ള രേഖകൾ, അതിന്റെ പ്രമാണങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അതില്ലത്ത് തഫ്സീലിയകളാണ്. എന്നാൽ നാം പറഞ്ഞല്ലോ, നാം ഈ ഹുക്മ് മനസ്സിലാക്കിയെടുത്തത് നേരിട്ട് ഈ ഹദീസിൽ നിന്നല്ല. ഇങ്ങനെ ഒരു ഹുക്മ് നമുക്ക് ലഭ്യമായത് ഷാഫി മദ്ഹബിൽ നിന്നാണ്. എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് ചെയ്ത് അതിന്റെ അക്കല് മുഖേന നമുക്ക് ലഭിച്ചതിൽ നിന്നാണ്. അങ്ങനെ ലഭിച്ച വുദൂഇൽ നിയ്യത്ത് ഫർളാണ് എന്ന് ലഭിച്ച ആ ഹുക്മുമായി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിന് ഒരു ചേർച്ചയുള്ളതായി നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹുക്മിന്റെ വിധിയുടെ രേഖയായി വുദൂഇൽ നിയ്യത്ത് ഫർളാണ് എന്ന വിധിയുടെ രേഖയായി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് നാം ഉദ്ധരിക്കുന്നു. ഇവിടെ നാം ഹദീസിൽ നിന്ന് ഹുക്മ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതല്ല. ഹുക്മ് വിധി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിലൂടെ ലഭ്യമായ വിധി മദ്ഹബിലൂടെ നമുക്ക് ലഭിച്ചു. അതിനനുസൃതമായി നാം മനസ്സിലാക്കിയ ഹദീസ് അതിന്റെ രേഖയായി ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വിരോധമില്ല. ആയത്തെ ഹദീസിൽ നിന്ന് ഹുക്മ് നാം സ്വന്തമായി കണ്ടെത്താൻ പാടില്ല. മുഖല്ലിദുകൾ സ്വന്തമായി ഹുക്മ് കണ്ടെത്താൻ പാടില്ല. കാരണം മുഖല്ലിദുകളാണല്ലോ, ഇജ്തിഹാദിന് യോഗ്യതയില്ല എന്നാണല്ലോ വെപ്പ്. അതേസമയം മുജ്തഹിദുകൾ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ഹുക്മുകൾ അതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും രേഖകൾ കണ്ടെത്തുന്നതിനോ അതിന് രേഖകൾ പറയുന്നതിനോ വിരോധം ഇല്ല. പക്ഷെ എന്ത് രേഖകൾ മുഖല്ലിദുകൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഖല്ലിദിനെ സംബന്ധിച്ചിടത്തോളം അതില്ലത്തുൽ ഇജ്മാലിയയാണ്, ദലീൽ ഇജ്മാലിയയാണ്, ദലീൽ തഫ്സീലിയല്ല. വുദൂഇൽ നിയ്യത്ത് ഫർളാണ് എന്നതിന് രേഖയായി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നാം പറയുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ആ ഹുക്മുമായി മുനാസബത്തുള്ള ചേർച്ചയുള്ള ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാം അതിന്റെ രേഖയായി പറഞ്ഞു എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദലീൽ തഫ്സീലി ആകുന്നില്ല, അത് ദലീൽ ഇജ്മാലിയേ ആകുന്നുള്ളൂ. ഇങ്ങനെ ദലീൽ ഇജ്മാലികൾ നാം പറയുന്നതിന് വിരോധമില്ല. ഇങ്ങനെ നമുക്ക് ദലീൽ പറയാം എന്ന് ജമുൽ ജവാമിയുടെ ഇബാറത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വകുപ്പുണ്ട്. ഫിഖ്ഹിന്റെ നിർവചനത്തിൽ അൽ മുക്തസബു മിൻ അദില്ലത്തിഹ തഫ്സീലിയ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇമാം അഹ്ലി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത് കാണാം. ഓരോ ഫിഖ്ഹിന്റെ നിർവചനത്തിലെ ഓരോ ഉപാധികൾ കൊണ്ട്
ഉള്ള ഇഹ്തിറാസുകൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് വബിഖൈദിൽ അമലിയത്തി അൽ അമലിയ എന്ന ഖൈദ് ഉപാധി കൊണ്ട് പുറത്തുപോയി അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ അൽ ഇൽമിയ വിശ്വാസപരമായ കാര്യങ്ങൾ പുറത്തുപോയി, അത് സാങ്കേതിക ഫിഖ്ഹിന്റെ പരിധിയിൽ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വബിഖൈദി തഫ്സീലിയ അൽ അദില്ലത്ത് തഫ്സീലിയ എന്ന് പറഞ്ഞ ഉപാധി കൊണ്ട് ഫിഖ്ഹിൽ നിന്ന് പുറത്തുപോയി അൽ ഇൽമു ബിദാലിക അഹ്കാമു ശർഇയ്യ അൽ അമലിയയുമായി ബന്ധപ്പെട്ട ഇൽമ്, അൽ മുഖ്തസബു ലഭ്യമാകുന്ന ഇൽമ്, ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഇൽമ്, ആർക്കലിൽ ഖിലാഫിയിനിക്ക് മുക്തസബാകുന്ന ഇൽമ്. എന്തിൽ നിന്ന് മുക്തസബാകുന്ന ഇൽമ്? മിനൽ മുഖ്തദിയിൽ നിന്ന്, വന്നാഫി നാഫിയിൽ നിന്നും, അൽ മുസ്ബിത്തി ആ ഖിലാഫി സ്ഥിരപ്പെടുത്തുന്നതാണ്, സമർത്ഥിക്കുന്നതാണ്, ബിഹിമ മുക്തദി നാഫി മുഖേന മാ ഒരു ഹുക്മിനെ സമർത്ഥിക്കും, യഹുദു മുഖല്ലിദ് മനസ്സിലാക്കിയെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു, ഹു ആ ഹുക്മിനെ മിനൽ ഫഖീഹി മുഖല്ലദിൽ നിന്ന്, മുജ്തഹിദിൽ നിന്ന്. എന്തിനാണ് മുഖ്തദി നാഫി കൊണ്ട് അവൻ ഇസ്ബാത്ത് ചെയ്യുന്നത്? ലിയഹ്ഫളഹു ആ മുജ്തഹിദ് പറഞ്ഞ ഹുക്മിനെ അവൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി, അൻ ഇബ്താലി ഖസ്മിഹി എതിർകക്ഷി അതിനെ ബാത്തിലാക്കുന്നതിൽ നിന്ന് എന്നാണ്. ആ ബാത്തിലാണ് എന്ന എതിർകക്ഷിയുടെ വാദത്തിൽ നിന്ന്. എന്താണ് ഈ വാദത്ത് ഉൾക്കൊള്ളുന്ന ഒരാശയം? ഉദാഹരണത്തിന് ഉളൂഇല് നിയ്യത്ത് നിർബന്ധമാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ഒരു വിധിയാണ്. ഷാഫി മദ്ഹബുകാരനായ ഒരു മുഖല്ലിദ് ആ വിധി അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ ഉളൂഇല് നിയ്യത്ത് ഫർളാണ് എന്ന വിധി അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ മറ്റൊരാൾ എന്നോട് പറയുന്നു ആ വിധി ശരിയല്ല, അല്ലെങ്കിൽ ആ വിധി ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണ്. ഷാഫിഈ മദ്ഹബിലുള്ള ഒരു വിധിയെക്കുറിച്ച് ഒരു ഖസ്മ് അത് ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഉളൂഇൽ നിയ്യത്ത് നിർബന്ധമാണ് എന്ന വിധി ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണ് എന്നൊരു ഖസ്മ് പറയുമ്പോൾ, എന്റെ മുഖല്ലദായ മുജ്തഹിദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നഖലിലൂടെ എനിക്ക് ലഭിച്ച ഈ ഹുക്മ്, ഈ വിധി ഉളൂഇൽ നിയ്യത്ത് ഫർളാണെന്ന വിധി, അതിനെ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമാണെന്ന് മറ്റൊരാൾ അവകാശവാദവുമായി വരുമ്പോൾ അത് വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ആ വിധി ഖുർആൻ സുന്നത്തിന് വിധേയമാണ്, ഖുർആൻ സുന്നത്തിന് വിരുദ്ധമല്ല എന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അടക്കമുള്ള ഹദീസുകളും രേഖകളും വെച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ വിശദീകരിക്കാം. പക്ഷേ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആ ഒരു തിരിച്ചറിവ് സത്യത്തിൽ അത് സാങ്കേതിക അർത്ഥത്തിലുള്ള ഫിഖ്ഹ് അല്ല. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദലീൽ ഇജ്മാലി ആണ്, ദലീൽ തഫ്സീലി അല്ല. വിത്ർ നിസ്കാരം നിർബന്ധമില്ല, സുന്നത്താണ് എന്നാണല്ലോ ഷാഫിഈ മദ്ഹബ്. ഇവിടെ ഒരാൾ പറയുന്ന അല്ല, വിത്ർ നിസ്കാരം സുന്നത്താണ് എന്ന ഷാഫിഈ മദ്ഹബ് ശരിയല്ല, വിത്ർ നിസ്കാരം നിർബന്ധമാണെന്ന് പറയേണ്ടതാണ് എന്നൊരാൾ വരുമ്പോൾ, ഇല്ല, എന്റെ മുഖല്ലദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഈ വിധി വിത്ർ നിസ്കാരം സുന്നത്താണ്, അത് നിർബന്ധമല്ല എന്ന വിധി ഖുർആൻ സുന്നത്തിന് വിരുദ്ധമല്ല, അത് ഖുർആൻ സുന്നത്തിന് വിധേയമാണ് എന്ന് മറുവാദവുമായി വന്ന ഒരാളുടെ മുന്നിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നതിന് വിരോധമില്ല. സമർത്ഥനം എന്ന് പറയുമ്പോൾ മറുവക്കത്ത് അപ്പുറത്ത് വരുന്നത് ഒരുപക്ഷെ മറ്റൊരു മദ്ഹബിന്റെ മുഖല്ലിദാവാം, അല്ലെങ്കിൽ എല്ലാ മദ്ഹബിനെയും തള്ളിപ്പറയുന്ന ഒരു മുബ്തദി ആവാം. അവരെ മുന്നിലുള്ള സമർത്ഥനം ഒരു മുഖല്ലിദിനും സാധ്യമാകുന്നതാണ്. മറുപക്ഷത്തുള്ള ഒരു മുജ്തഹിദുമായല്ല ഈ മുഖല്ലിദ് ഈ ചർച്ച നടത്തുന്നത്. അങ്ങനെ വരുമ്പോ വിത്ർ നിസ്കാരം സുന്നത്താണ് എന്ന ഷാഫിഈ മദ്ഹബ് ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണെന്ന് വാദിക്കുന്ന ഒരു എതിർകക്ഷിയോട് അല്ല, സ്വഹാബി വര്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഹൽ അലയ്യ വൈറുഹ 5 നിസ്കാരം നിർബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോ ഇതല്ലാത്ത ഒരു നിസ്കാരം എനിക്ക് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 5 നിസ്കാരത്തിൽ അപ്പുറം നിസ്കാരം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തസവ്വുകളേ ഉള്ളൂ. ഈ ഹദീസ് എനിക്ക് എടുത്തു വെക്കാം, അത് നാഫിയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വുദൂഇൽ നിയ്യത്ത് നിർബന്ധമുണ്ട് എന്നതിന്റെ മുഖ്തദിയാണ്. ഹൽ അലയ്യ വൈറുഹ ഖാല ലാ ഇല്ലാ അൻ തതവ്വഅ എന്നുള്ള ഹദീസ്
വിത്ർ നിർബന്ധമുണ്ട് എന്നതിന്റെ നാഫിയാണ്. ഇങ്ങനെ മുഖ്തദികളും നാഫികളും, അതാണ് ജമുൽ ജവാമിയിൽ ഇമാം അഹ്ലി ജമിന്റെ ഷറയിൽ പറഞ്ഞത് മിനൽ മുഖ്തദി വൻ നാഫി. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി എന്ന മുഖ്തദിയിൽ നിന്ന്, അല്ലെങ്കിൽ ഹൽ അലയ്യ വൈറുഹ എന്ന നാഫിയിൽ നിന്ന് ഖിലാഫി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഹസ്മുമായി ഖിലാഫിൽ ഏർപ്പെടുന്ന വ്യക്തി. ഇവിടൊക്കെ വിഷയങ്ങൾ ഹസ്മ് എന്ന് പറയുമ്പോൾ ഷാഫി മദ്ഹബുകാരനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഹസ്മ് മറ്റൊരു മദ്ഹബുകാരനായിരിക്കാം, ഒരു ഹനഫി മദ്ഹബുകാരനായിരിക്കാം. എങ്കിൽ സത്യത്തിൽ ആ മുനാളറ ഷാഫി മദ്ഹബിന്റെ നിലപാട് ശരിയല്ലെന്ന് ഒരു ഹനഫി മദ്ഹബുകാരൻ പറയുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന പൂർണ്ണാർത്ഥത്തിലല്ല, തെർജീഹുമായി ബന്ധപ്പെട്ട രീതിയാണ്. അത് റുജ്ഹാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. വുളൂഇൽ നിയ്യത്ത് നിർബന്ധമില്ല എന്ന എന്റെ മദ്ഹബാണ് റാജിഹ്, നിർബന്ധമുണ്ട് എന്ന ഷാഫി മദ്ഹബ് റാജിഹല്ല എന്ന അർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ ശരിയല്ല എന്ന് പറയുന്നത്. അതല്ല, ഒരു മദ്ഹബിനെ കുറിച്ച് മറ്റൊരു മദ്ഹബുകാരൻ അത് ശരിയല്ല, പൂർണ്ണമായും ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണ് എന്ന നിലക്കാണെങ്കിൽ അദ്ദേഹം മദ്ഹബിന്റെ രീതികൾ പഠിക്കാത്തത് കൊണ്ടുമായിരിക്കാം. അല്ലെങ്കിൽ എതിരിൽ ഹസ്മായി വരുന്ന ഒരു മുബ്തദിയായിരിക്കും. അപ്പൊ മദ്ഹബിന്റെ ഹസ്മായി വരുന്ന മുബ്തദി മദ്ഹബിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിന്റെ ആ നിലപാട് പൂർണ്ണമായും ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് തന്നെ പറഞ്ഞേക്കാം. അങ്ങനെ പറയുമ്പോൾ എന്റെ മുജ്തഹിദിൽ നിന്ന് എനിക്ക് ലഭ്യമായ ഈ മസ്അല, വിത്ർ നിസ്കാരം നിർബന്ധമുള്ള സുന്നത്താണെന്ന മസ്അല, സുബഹി വുളൂഇൽ നിയ്യത്ത് നിർബന്ധമാണ് എന്ന മസ്അല, ഇതിനെ ഇബ്താൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു എതിർ കക്ഷി അത് ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണ് എന്ന നിലക്ക് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ മുന്നിൽ മുജ്തഹിദിൽ നിന്ന് എനിക്ക് ലഭ്യമായ ആ ഹുക്മ് അതിനെ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി, അഥവാ ഇമാം ഷാഫി പറഞ്ഞ ആ ഹുക്മ് ഖുർആൻ സുന്നത്തിന് വിരുദ്ധമല്ല, ഖുർആൻ സുന്നത്തിന് വിധേയമാണ് എന്ന് അവന്റെ മുന്നിൽ സമർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ഖുർആൻ ഹദീസ് രേഖകൾ പറയാവുന്നതാണ്. പക്ഷെ ആ രേഖകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദലീല് തഫ്സീലി അല്ല, ദലീല് ഇജ്മാലികൾ മാത്രമാണ്. അയിമ്മത്തിൽ നിന്ന് നക്കലൻ നിലക്ക് ലഭിച്ച ഹുക്മിലേക്ക് അതിനോട് ചേർച്ചയുള്ള മുനാസബത്തുള്ള ദലീൽ ഇജ്മാലികൾ നാം കണ്ടെത്തി പറയുന്നതിന് വിരോധമില്ല. ദലീലുകളിൽ നിന്ന് ആയത്തെ ഹദീസിൽ നിന്ന് നമ്മുടെ വകയായ ഹുക്മ മനസ്സിലാക്കിയെടുക്കരുതേ എന്നേ ഉള്ളൂ. അയിമ്മത്ത് മുജ്തഹിദുകളിൽ നിന്ന് നക്കലൻ നിലക്ക് വന്ന ഹുക്മിലേക്ക് മുനാസിബായ ദലീലുകൾ നാം കണ്ടെത്തി പറയുന്നതിന് വിരോധമില്ല. അത് തന്നെ ഈ ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഖൈദി തഫ്സീലിയ എന്ന കൈതുകൊണ്ട് ഫിഖ്ഹിൽ നിന്ന് പുറത്തുപോയി അൽ ഇൽമു ബിദാലിക അൽ മുഖ്തസബു ലിൽ ഖിലാഫി, ഒരു ഖസ്മുമായി ഖിലാഫിൽ ഏർപ്പെടുന്ന ഒരാൾ, ഹനഫി മദ്ഹബുകാരനായ ഒരു ഹനഫിയുമായി ഖിലാഫിൽ ഏർപ്പെടുന്ന ഒരു ഷാഫിഈ, അല്ലെങ്കിൽ മുബ്തദിയുമായി ഖിലാഫിൽ ഏർപ്പെടുന്ന ഒരു ഷാഫിഈ, അൽ മുഖ്തസബു ലിൽ ഖിലാഫി, ആ ഖിലാഫിൽ ഏർപ്പെടുന്ന മുഖല്ലിദിനിക്ക് ലഭ്യമായ ഇൽമ് മിനൽ മുഖ്തദി, ഉദാഹരണത്തിന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി എന്ന മുഖ്തദിയിൽ നിന്ന്, അത് വുളൂഇൽ നിയ്യത്ത് നിർബന്ധമാണ് എന്നതിന്റെ മുഖ്തദിയാണ്. മുഖ്തദി എന്ന് പറയാൻ കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ദലീൽ തഫ്സീലിയല്ല, ദലീൽ ഇജ്മാലിയാണ്. അതാണ് ആ ഇഖ്തിളാ അവിടെ ഉപയോഗിച്ചത്. വന്നാഫി, വിത്ർ നിർബന്ധമുണ്ട് എന്നതിന്റെ നാഫിയാണ് അൽ അലിയ വൈറുഹ ഖാല ലാ എന്ന ഹദീസ്. ഇങ്ങനെ മുഖ്തദിയിൽ നിന്നും നാഫിയിൽ നിന്നും ഖിലാഫിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഇൽമ്, ഈ ഖിലാഫിൽ ഏർപ്പെടുന്ന ആളെ ഇമാം അഹ്ലി വിശദീകരിക്കുന്ന അൽ മുസ്ബിത്തി, ഈ ഖിലാഫി മുബ്തദീനോട് ഖിലാഫിൽ ഏർപ്പെടുന്ന ഷാഫിഈ, അല്ലെ ഹനഫി മദ്ഹബുകാരനോട് ഖിലാഫുള്ള ഷാഫിഈ, അവൻ സ്ഥിരപ്പെടുത്തും ബിഹിമാ മുഖ്തദി നാഫി എന്ന രേഖകൾ മുഖേന, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന രേഖ മുഖേന, ഹൽ അലയ്യ വൈറുഹ എന്ന നാഫി മുഖേന ഒരു ഹുക്മിനെ സ്ഥിരപ്പെടുത്തും. വുളൂഇൽ നിയ്യത്ത് നിർബന്ധമാണെന്ന ഹുക്മിനെ, അല്ലെങ്കിൽ വിത്ർ നിർബന്ധമില്ല എന്ന ഹുക്മിനെ. എങ്ങനത്തെ ഹുക്മാണ്? യഖുദുഹു മിനൽ ഫഖീഹ്, അത് മുഖല്ലദായി ഇമാം ഷാഫിയിൽ നിന്ന് അവൻ അഖ്ദ് ചെയ്തതാണ്, അത് ഈ ആയത്തെ ഹദീസിൽ നിന്ന് അഖ്ദ് ചെയ്തതല്ല. എന്തിനാണ് സ്ഥിരപ്പെടുത്തുന്നത്? ലിയഹ്ഫളഹു അൻ ഇബ്താലി ഖസ്മിഹി, ഖസ്മായ ഹനഫി അല്ലെങ്കിൽ ഖസ്മായ മുബ്തദി ഈ ഹുക്മിനെ ഇബ്താൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അഥവാ ഇത് ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണെന്ന നിലക്ക് വാദം ഉന്നയിക്കുമ്പോൾ അത് ശരിയല്ല, ഇത് ഖുർആൻ സുന്നത്തിന് വിധേയമാണ് എന്നതിന് ആയത്തെ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് മുഖല്ലിദ് രംഗത്ത് വരുന്നതിന് വിരോധം ഇല്ല എന്ന് ഈ ഇബാറത്ത് ജമുൽ ജവാമിയുടെ ഷറഹിൽ ഇമാം അഹ്ലി പറഞ്ഞ ഈ ഇബാറത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം അടുത്ത സംസാരത്തിലേക്ക് മാറ്റിവെക്കുന്നു. പറഞ്ഞു വന്നത്, മുഖല്ലിദ് ആയത്തെ ഹദീസുകൾ ഉദ്ധരിച്ച് തെളിവുകൾ പറയാമോ?
ആ മുഖല്ലിദായതുകൊണ്ട് ആയത്തെ ഹദീസിൽ നിന്ന് സ്വന്തമായ ഹുക്കുമുകൾ അവൻ കണ്ടെത്തി പറയാൻ പാടില്ല. മദ്ഹബ് മുഖേന നഖലിലൂടെ ലഭ്യമായ വിധികൾക്ക് അനുസൃതമായ ആയത്തെ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ആ വിഷയം സമർത്ഥിക്കുന്നതിന് വിരോധമില്ലതാനും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.